tuxedo. This is full black. You asked the first full black straight. These both three are same. ഹായ് ഫ്രണ്ട്സ്, ബിഗിനേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ടാണ് എത്തിയത്. അതിൻ്റെ ഓണറായിട്ടുള്ള അല്ലെങ്കിൽ സി കെ ഗപ്പി ഫാമിൻ്റെ ഓണറായിട്ടുള്ള സൽമാൻ ഫാജിസ് നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് ഹായ് ഓക്കെ. അപ്പം ഞാൻ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും വലിച്ചു നീട്ടുന്നല്ല. ഇത് എവിടെയാണ് എന്താണെന്നുള്ളത് ഓൾറെഡി ഞാനിവിടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഓണറായിട്ടുള്ള സൽമാൻ ഫാജിസ് നമ്മളോട് പറഞ്ഞുതരും. ഇത് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് എവിടെയാന്നുള്ളത് മലപ്പുറം ജില്ലയിൽ അരീക്കോട് അടുത്താണ് മാങ്കടവ് എന്ന് പറയും. മാങ്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ വരുത്തിയിട്ടുണ്ട്. വരുന്ന വന്ന് ഇതാക്കിയ സമയത്ത് കുറെ മാറ്റങ്ങൾ വരുത്തി. തീർച്ചയായിട്ടും നമ്മൾ കുറെ മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഇവിടെ വന്നിട്ടുണ്ട്. പുതിയ വെറൈറ്റീസ് ഒരുപാട്. ഏകദേശം എത്ര വെറൈറ്റി ഇപ്പൊ ചെയ്യുന്നുണ്ട്? ഇപ്പൊ 60ന്റെ മുകളിൽ ഇപ്പൊ വെറൈറ്റി സ്റ്റെയിൻസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-20 വെറൈറ്റി തന്നെ പുതിയ സ്റ്റെയിൻസ് ഉണ്ട്. അന്ന് കാണിക്കാത്ത കുറെ വെറൈറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ടുവരാം. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താം. നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ. ഫസ്റ്റ് വെറൈറ്റി പരിചയപ്പെട്ടാലോ? തീർച്ചയായിട്ടും. ഇത് ഏതാ വെറൈറ്റി വരുന്നത്? ഇതാണ് ബ്ലൂ ഡയമണ്ട് ഡംബോയർ. ബ്ലൂ ഡയമണ്ട് ഡംബോയർ. അതെ ബ്ലൂ ഡയമണ്ട് ഡംബോയർ. നല്ലൊരു കളർ വെറൈറ്റി പാറ്റേൺ ഉള്ള വെറൈറ്റി. നല്ല ഒരു വാല് തുടങ്ങുന്നിടത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ടൈപ്പ് ആണ് അല്ലേ? ഓക്കെ. ഡംബോയറും കൂടിയാണ്. അതെ. അപ്പൊ ഇത് പുതിയ സ്റ്റെയിൻ ആണോ? അതെ തീർച്ചയായിട്ടും പുതിയ. ഇത് ആക്ച്വലി ഇത് ബ്ലൂ ഡ്രാഗൺ എന്ന് പറഞ്ഞ സ്ട്രെയിനിൽ വരുന്ന ഒരു സ്ട്രെയിൻ. ബ്ലൂ ഡ്രാഗൺ ബ്രീഡ് ചെയ്യുമ്പോൾ ഇതും കിട്ടും. അതും ഇനി നമുക്ക് ബ്ലൂ ഡ്രാഗണും കാണിക്കാം. ഓക്കെ, എന്നാ പിന്നെ അതിന്റെ കമ്പാരിസൺ കൂടെ ഒന്ന് മനസ്സിലാവില്ല കൂടുതലായിട്ട്. ഇത് കൂടുതൽ എനിക്ക് തോന്നുന്നു ലൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് നല്ല മേലെ നല്ല ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ നല്ല ഇതുണ്ടാവും, ഷൈനിങ് ആയിരിക്കും. കൂടുതലായിട്ട് അക്വേറിയത്തിലൊക്കെ നല്ല പറ്റുന്ന പ്ലാന്റഡ് അക്വേറിയത്തിലൊക്കെ നല്ല രസം പറ്റുന്നതാണ് അല്ലേ? ഓക്കെ. ഇതെങ്ങനെയാ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും കാണിക്കുന്നത് ഇപ്പൊ കൊടുക്കാനുള്ളതാണ്. എല്ലാം നമുക്ക് ഇവിടെ കാണിക്കുന്നത് കൊടുക്കാനുണ്ട്. ഓക്കെ. നമുക്ക് പിന്നെ അത് കൂടാതെ തന്നെ നമ്മളിവിടെ റേറ്റ് കാര്യങ്ങളൊന്നും നമ്മളിവിടെ പ്രതിപാദിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും നമുക്കിവിടെ ശരിക്കും സ്റ്റാർട്ടിങ് എങ്ങനെയാ വരുന്നത്? സ്റ്റാർട്ടിംഗ് പ്രൈസ് 150 ആണ്. 150-ലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം എത്ര വരെ വരുന്നുണ്ട്? കുറച്ച് പുതിയ സ്ട്രെയിൻസ് ഒക്കെ വരുമ്പോ ഒരു 400 വരെയൊക്കെ ഉണ്ട്. ഓക്കെ, മാക്സിമം 400 ആണ്. മാക്സിമം. അത് വളരെ കുറച്ചാണ്. പിന്നെ കൂടുതലുള്ളത് ഒരു 200-250 ആ റേഞ്ചിലാണ്. ഓക്കെ, നമുക്ക് എന്നാലേ ഈ പറഞ്ഞ ആ ഒരു ബ്ലൂ ഡ്രാഗണില്ലേ അതൊന്ന് പരിചയപ്പെടാം. നമ്മള് ഇപ്പൊ പറഞ്ഞ ആ ഒരു വെറൈറ്റിന്റെ വേറെ നമ്മള് ഒരു കമ്പാരിസൺ പറഞ്ഞല്ലോ. അതിലുള്ള ആ വെറൈറ്റി ഇത് ഏതാ വെറൈറ്റി? നമ്മൾ പറഞ്ഞത് ബ്ലൂ ഡ്രാഗൺ ഡംബോയർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ ബ്ലൂ ഡ്രാഗൺ ഡംബോയർ അല്ലേ? പ്ലാറ്റിനം ബ്ലൂ ഡ്രാഗൺ. ഹെഡിൽ നോക്കുമ്പോൾ ഹെഡ് ഭാഗം ഫുള്ള് പ്ലാറ്റിനം കവർ ആയിട്ട് വരും. അതെ. അപ്പൊ ഇതിൽ തന്നെ വരുന്ന ആ ഒരു വെറൈറ്റി ആണ് ശരിക്കും ബ്ലൂ ഡയമണ്ട് ഡംബോയർ. അത് വളരെ കുറഞ്ഞതേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറഞ്ഞ ശതമാനം. അത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പർപ്പിൾ മൊസൈക്ക് ഒക്കെ പോലെ അവരുടെ ജീനിലുള്ളതാണ് ആ ഒരു വെറൈറ്റി വേറെ ഒന്നും വരില്ല. ഇതും വരും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ ബ്ലൂ ഡയമണ്ട് വരും അല്ലേ? ഓക്കെ. നമ്മളിപ്പോ ഈ രണ്ട് വെറൈറ്റി ഇപ്പം നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് ഇവിടെ കൊടുക്കാനും കൊടുക്കാനുള്ള വെറൈറ്റി തന്നെയാണ്. അതുകൊണ്ട് പിന്നെ എന്താ വെച്ചാല് ഈ വെറൈറ്റി വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയെ വരുള്ളൂ എന്നുള്ള അത്യാവശ്യം വരുന്നുണ്ട് അല്ലേ? നമ്മളെ ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ 1-2 കാര്യങ്ങളും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് കേജ്. നമ്മുടെ ഫാമിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ബ്രീഡിംഗ് കേജ് ഇതാണ്. ഇത് പേഴ്സ്നെറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ തന്നെ ഇവിടെ സ്വന്തമായിട്ട് തന്നെ ഫാമിൽ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ അടുത്ത് സെയിലിനും ഉണ്ട്, കൊടുക്കാനുണ്ട്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ കണക്ട് ചെയ്താൽ ഇതും നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുന്ന രീതി. ഇത് ഏകദേശം അടിഭാഗം ഫുള്ള് കവർ ചെയ്തിട്ട് ചെയ്തു. എന്നിട്ട് ഒരു മിഡ് പോർഷനിൽ ഇങ്ങനെ പൈപ്പ് അറ്റാച്ച് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിൽ ഈ പൈപ്പ് വരുന്ന പോർഷനിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബ്രീഡിങ്ങിന് റെഡി ആകുന്ന ഫീമെയിലിനെ ഇതിന്റെ ഉള്ളിലേക്ക് ഇടും. ഓക്കെ. ഇതിനൊരു കണക്കില്ലേ? ഏകദേശം എത്ര എണ്ണം? ഇതിലിപ്പോ നമുക്ക് ഒരു 3-4 ഫീമെയിൽ ഗപ്പീനെ ഇടാം. അവർക്ക് സ്ട്രെസ് ഉണ്ടാവാതെ ഇടണം. ഇപ്പൊ ബ്രീഡിങ്ങിന് ആവുന്ന ഫിഷിനെ നമ്മൾ ഇടുമ്പോ പ്രത്യേകിച്ച് അവർക്ക് കൺജസ്റ്റഡ് ആയിട്ട് ആവരുത്. അവർക്ക് സ്ട്രെസ് ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് 7-8 ഒക്കെ ഇടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ അഭിപ്രായം ഒരു 4 വരെ ഇടുന്നതാണ്. നമ്മള്
ഇതിൽ ബ്രീഡ് ആവാറാവുന്ന ഫിഷിനാവുമ്പോ ഇതിലേക്ക് ഇടുമ്പോ മെയിലിന്റെ ആവശ്യമില്ല. ഫീമെയിലിന് ഓൾറെഡി എഗ് ലോഡ് ആയിട്ടുണ്ട്. അതെ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ഇപ്പൊ നമ്മള് ഇതില് ഇപ്പൊ കേജ് അവിടെ അതിന്റെ ഉള്ളില് വലിയ ഇതില് കുഞ്ഞുങ്ങളെ ഉണ്ട്. ഇതിലെ പുറത്തൊക്കെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. ഇത് ഈ കേജ് ഇതിലായിരുന്നു. അപ്പൊ ഇതില് ഇങ്ങോട്ട് വന്നാൽ കാണാം. ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഇതിപ്പോ നമ്മള് കേജ് വെച്ച് കൊടുത്തിട്ട് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. ശരി. അപ്പൊ നമ്മള് ഇനി ഇതിൽ അത്യാവശ്യം കുഞ്ഞുങ്ങളായപ്പം കേജ് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തതാണ്. ഇതില് ഷൂട്ടേഴ്സും അതുപോലെ തന്നെ വലിയതൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അതിൽ കഴിക്കല്ലോ. അവർ ഇനിയും പുതിയ കുഞ്ഞുങ്ങൾ അതിലുണ്ടാവും, അവർ കഴിച്ചുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാൻ വേണ്ടിട്ട് എന്നാല് മറ്റൊരു പുൽക്കുട്ടീനെ പരിചയപ്പെട്ടു. തീർച്ചയായിട്ടും ഒരു പുൽക്കുട്ടി എന്ന് പറയുന്ന ആ ഒരു വെറൈറ്റി പാറ്റേൺ ആണ്. മെറ്റൽ യെല്ലോ ലിയോപാഡ്. മെറ്റൽ അതിന്റെ പേരെന്നെ വരുന്ന ലിയോപാഡ് എന്താ പറയാ, ലിയോപാഡിന്റെ പാറ്റേൺ ആണല്ലേ. അപ്പൊ അതിന്റെ ടെയിലൊക്കെ നല്ലൊരു രസമുള്ള ഡോട്ട് ഡോട്ട് ഇങ്ങനെ വ്യക്തമായിട്ട് മെറ്റൽ യെല്ലോ ലിയോപാഡ്. ഇതും പുതിയ ഇത് പക്ക നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള, വേറെ ഒന്നും വരില്ല. ഇതുപോലെ തന്നെ നമുക്ക് പ്യൂർ ആയിട്ട് കിട്ടില്ല. ഇതിലിപ്പം എനിക്കൊന്ന് ഫീമെയിൽ ആണ്, ആ ഒരു അത്ര വലിയ ടെയിൽ ഇല്ലാതെ കുറഞ്ഞ, പക്ഷെ എന്നാലും ഫീമെയിലിനും ആ ഒരു പാറ്റേൺ കുറവായിരിക്കും മറ്റുള്ള ഫീമെയിലൊക്കെ. പക്ഷെ ഇതിലും അത്യാവശ്യം കാണിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇതൊക്കെ നമുക്ക് ശരിക്കും പ്യൂർലി അഡൽട്ട് സൈസിൽ നമുക്ക് കൊടുക്കാൻ. അതെ. ബ്രീഡിംഗ് സൈസ് തന്നെ 3 മാസം ഏജ് ആയിട്ടുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ 3 മാസമായോ? അതെ, 3 മാസം ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള അല്ലെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു വെറൈറ്റി പരിചയപ്പെട്ടാലോ? തീർച്ചയായിട്ടും. ഇതേതാ വെറൈറ്റി ആയിരുന്നേ? ഇതാണ് മെറ്റൽ റെഡ് റോസ്റ്റൈല്. എനിക്ക് തോന്നുന്നു കുറച്ച് മുന്നുള്ള ഒരു സ്ട്രെയിനാണ്. പക്ഷെ എന്നും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെറൈറ്റി ആണിത്. ഓക്കെ. നല്ല അത്യാവശ്യം നല്ല വിരിഞ്ഞ വാലൊക്കെ വരുന്നുണ്ട്. റോസ്റ്റൈൽ എന്നാണ് പറയാ അല്ലെ. ഓക്കെ. ഇതൊക്കെ ജുവൽ സൈസ് തന്നെയല്ലേ? അല്ല, അഡൽട്സ് ആണ്. അഡൽട്ട് സൈസ് ആണ് വരുന്നത്. ഓക്കെ. ഇതില് ഫീമെയിൽ വരുന്നുണ്ടോ? ഫീമെയിൽ വേറെ ഉണ്ട്. ഫീമെയിൽ നല്ല സൈസ് ഇതേമാതിരി തന്നെയാ വരുന്നത്. അത് സൈസ് വെക്കും എങ്ങനെയാ? ഇല്ല, ഫീമെയിൽ സൈസ് ഉണ്ട്, ബ്രീഡിംഗ് സൈസ് ആണ്. ഫീമെയിലിന് കളർ ഉണ്ടാവില്ല, ഇത്ര കളർ ഉണ്ടാവില്ല അല്ലേ? നല്ല അടുത്ത ഒരു നല്ല രസമുള്ള വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഇതേതാ വെറൈറ്റി ആണ്? പ്ലാറ്റിനം ഗ്രീൻ ബ്ലാക്ക് ഡ്രാഗൺ. ഏതാണ്? ബ്ലാക്ക് ഡ്രാഗൺ. അതെ. ഒരു ഡ്രാഗൺ വെറൈറ്റി ആണല്ലേ അത്? നല്ല പാറ്റേൺ. ഇതും എനിക്ക് തോന്നുന്നു പുതിയ സ്റ്റെയിൻ തന്നെയാണ്. കാരണം അധികം ഒന്നും കണ്ടുവന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പുതിയ സ്റ്റെയിനുകൾ മാത്രം കണ്ടുപിടിച്ച് ചെയ്യുന്നതാണോ എന്നൊരു സംശയം. നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഇതേപോലെ തന്നെ വരുള്ളൂ. ആണല്ലേ. ബ്ലാക്ക് ഡ്രാഗൺ നല്ലൊരു ചെറിയ റെഡ് ഷെയ്ഡ് വരും. പക്ഷെ എന്നാലും അങ്ങനെ തന്നെയാണ്, ബ്ലാക്ക് തന്നെയാണ് കൂടുതലായിട്ട് വരിക. അത് റെഡ് ഷെയ്ഡ് വരുന്ന സമയത്ത് എങ്ങനെയാ അത്? നമ്മള് വേറെ അധികം റെഡ് ആയിട്ട് വരില്ല, റെഡ് ഒരു ഷെയ്ഡ് ടൈപ്പ്. അതെ. എല്ലാത്തിനും ഒരുപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ. അത് ഇതല്ല, അതായത് മ്യൂട്ടേഷനും കാര്യങ്ങളൊന്നും അല്ല, കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡ് വരും. ബ്ലാക്ക് ഡ്രാഗൺ എന്നാണ് പേര്, പക്ഷെങ്കിലും കൂടി ചെറിയൊരു റെഡ് ഷെയ്ഡ്. ഓക്കെ. നമ്മളിപ്പോ പെട്ടെന്ന് കാണുമ്പോ ഒരു ബ്ലാക്ക് ടൈപ്പ് ആണ്, ചെറിയൊരു ഷെയ്ഡ് എന്നുള്ള രീതിയിൽ അല്ലേ? അതിന്റെ പേര് പ്ലാറ്റിനം ഗ്രീൻ ബ്ലാക്ക് ഡ്രാഗൺ. ഒരു ഗ്രീൻ എങ്ങനെ ശരിക്കും ഹെഡിൽ വരുന്നത്? ഇവിടെ ഉള്ള ഒരു ഷെയ്ഡ് ഉണ്ട്, ഒരു പ്ലാറ്റിനം ഷെയ്ഡ്, ഒരു ഗ്രീനിഷ് ടച്ച് ആണ് വരുന്നത്. അതാണ് പ്ലാറ്റിനം ഗ്രീൻ ബ്ലാക്ക് ഡ്രാഗൺ എന്ന് പറയുന്നത്. നമുക്ക് നല്ല അടുത്ത വെറൈറ്റി പോയാലോ? തീർച്ചയായും. അടുത്ത വെറൈറ്റി, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു വെറൈറ്റി. ഇതേതാ വെറൈറ്റി വരുന്നത്? ബ്ലൂ പാണ്ട. ഓക്കെ. വാല് ചെറുതായിരിക്കും, പക്ഷെ അതിന്റെ ഒരു പ്രത്യേക തരം കളറും ഒരു പാറ്റേൺ ഉണ്ടല്ലോ, പാണ്ട ഷെയ്ഡ്. ബ്ലൂ പാണ്ട നമ്മള് പാണ്ടന്റെ അതന്നെ പണ്ടത്തെ ആ ഒരു ഇതിൽ തന്നെ പുതിയ സ്റ്റെയിൻ ആയിട്ട് വന്നതാണോ? റിബൺ വെറൈറ്റി ആണ് അല്ലേ? അതിന്റെ പുതിയ ലൈനേജ് ആണ് റിബൺ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ പറയാ, ഈ ഒരു ഷെയ്ഡ് ഇതന്നെ, ഈ ഒരു വെറൈറ്റി തന്നെ കണ്ടില്ല ശരിക്കും. റിബൺ വെറൈറ്റി ആണ്, പക്ഷെ അതിന്റെ പുതിയ ലൈനേജ് ആണ് അല്ലേ? റിബൺ ടൈപ്പ് ആണ് അല്ലേ? ഓക്കെ. നല്ല ചെവിയും വരും. പിന്നെ അതിന്റെ പ്രത്യേകത പാണ്ടയുടെ പാറ്റേൺ ആണ്. ഫ്രണ്ടിലൊരു ബ്ലൂയിഷ് ടച്ച് വരുന്ന ഇതും, പിന്നെ ടെയില്. എനിക്ക് തോന്നുന്നു ഫീമെയിൽ പ്യുവർലി ഒരു ട്രാൻസ്പെറന്റ് ടൈപ്പ്. അധികം കളർ ഇല്ല. എനിക്ക് തോന്നുന്നു മെയിലിനാണ് 90% ഫുള്ള് ഉള്ളത്. 90% എന്നല്ല, ഫുള്ള് ഉള്ളത് എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഷോർട്ടാണോ? ഒരു ഷോർട്ട് ബോഡി ടൈപ്പ് ആണ്. ആക്ച്വലി ഷോർട്ട് ബോഡി അല്ല. മെയില് അധികം വലിപ്പം വെക്കില്ല. ഫീമെയിൽ നല്ല വലുതാവും. ഓക്കെ. എന്നാൽ അടുത്ത വെറൈറ്റി പോയാലോ? നമ്മള് അവിടെ കാണിച്ചു.
ഇനിയിപ്പോ ഇവിടെയാണ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഗപ്പികളെ ലോകം തന്നെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെയാണ് എല്ലാ സ്റ്റെയിനും ഉള്ളത്. തീർച്ചയായിട്ടും എല്ലാ സ്റ്റെയിനും അതേപോലെ തന്നെ ഇവിടുന്നാന്ന് തോന്നില്ല അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് അതായത് അവിടുന്ന് അങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കുഞ്ഞുങ്ങളാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഇവിടെ നമ്മള് ബ്രീഡിങ് റിയറിംഗ് ഒക്കെ ഇവിടെയാണ്. ഇവിടെ ഏകദേശം 1000-ഓളം ഫ്രിഡ്ജ് ഏക്കറോളം സ്ഥലത്ത് മൊത്തം ഇത് മാത്രമാണ് ചെയ്യുന്നത് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടേക്ക് വന്നിരിക്കുന്നത് അവിടെ കാണിക്കാത്ത കുറച്ച് വെറൈറ്റീസ് പുതിയ സ്റ്റെയിനുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് കണ്ടുവരാം. പുതിയൊരു വെറൈറ്റി കൂടെ ആണ്. പുതിയ വെറൈറ്റി അല്ലെ, അങ്ങനെ അധികം ആരുടെ ഉണ്ടാവില്ല. നോർമലി നമ്മൾ റെഡ് ലൈസ് കാണാറുണ്ട്. ഇത് യെല്ലോ ലൈസ് ആണ് അല്ലെ. ഫുൾ ബോഡിയിൽ പാറ്റേൺ കയറും. നല്ല 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 രസമുള്ള ഒരു വെറൈറ്റി കൂടെ. ലൈറ്റ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞാലൊക്കെ നല്ല രസമുള്ള ഒരു കളറും കൂടിയാണ് അല്ലെ. ഓക്കെ, ഇതെങ്ങനെയാ അത്യാവശ്യം കൊടുക്കാനുണ്ടാവും സാധനം. ഇത് കാണിക്കുന്നത് കൊടുക്കാനുള്ളത് തന്നെയാ അല്ലെ. സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രെയിൻ ആണ്, വേറെ ഒന്നും വരില്ല. യെല്ലോ ലൈസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി റെഡ് ലൈസ് കണ്ടവർക്ക് യെല്ലോ വേണ്ടവർക്കായിട്ട് യെല്ലോ ലൈസ്. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത ഒരു വെറൈറ്റി പോയാലോ. തീർച്ചയായിട്ടും കാണാം. കണ്ട വെറൈറ്റിയിൽ നമ്മൾ പറഞ്ഞ ഒരു എന്താ പറയുക പ്രതിപാദിച്ചിട്ടുള്ള ആ പേര് തന്നെ റെഡ് ലൈസ് അല്ലേ കാണുന്നത്. അതെ. ഓക്കെ, നമുക്ക് എന്താ വെച്ചാൽ കമ്പാരിസൺ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇതാണ് റെഡ് ലൈസ്. നമ്മൾ ആദ്യം കണ്ടത് യെല്ലോ ലൈസ് കുറച്ച് പുതിയ സ്ട്രെയിൻ ആണ്. ഇത് യെല്ലോ വരുന്നുണ്ടോ? ഇല്ല, ഇതിൽ വരില്ല. ഇതിൽ റെഡ് തന്നെ വരുള്ളൂ. രണ്ടും സ്റ്റേബിൾ സ്ട്രെയിൻ ആണ്. അതെ, അതുകൊണ്ട് അങ്ങനെ മ്യൂട്ടേഷനോ കാര്യങ്ങളൊന്നും വരില്ല. വേറെ വെറൈറ്റി ഒന്നും വരില്ല. ഓ, ആയിക്കോട്ടെ. ഒരു എന്താ പറയാ എവിടെ ഇല്ലാത്ത ഒരു വെറൈറ്റി ഒന്ന് പരിചയപ്പെട്ടാലോ. ഈ വെറൈറ്റി അതായിരുന്നു ബ്ലൂ കോയി എന്ന് പറഞ്ഞ വെറൈറ്റി ആണിത്. ബ്ലൂ കോയി. അതെ. ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ആൽബിനോ റെഡ് കോയി ഒക്കെ കണ്ടിരുന്നു, പക്ഷെ ബ്ലൂ കോയി എവിടെ ഇല്ല. ഇപ്പം ഫാമുകളിൽ പൊതുവെ കുറവാണ്. അവിടെ അധികം ഉണ്ടാവില്ല. ഇത് ഷോർട്ട് ബോഡി ടൈപ്പ് ആണ്. ഇത് ഷോർട്ട് ബോഡി ടൈപ്പ് ആണ്. ഇതിൽ നോർമലും വരുന്നുണ്ട്. ഇത് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ഷോർട്ട് ബോഡി ടൈപ്പ് ആണ്. അതെ. ഓക്കെ, ഇവിടെ ഇപ്പൊ നല്ല ഇത് കൊടുക്കാനുണ്ട്. അഡൽട്ട് സൈസ് തന്നെയാണോ അല്ലെങ്കിൽ സെമി അഡൽട്ട് സൈസ് തന്നെയാണോ അല്ലെ? ഓക്കെ, അല്ലെ അടുത്ത പർപ്പിൾ പിടിച്ചാലോ. ഇത് ഏതാ വെറൈറ്റി വരുന്നത്? ഇത് ഡാർക്ക് പർപ്പിൾ എന്ന് പറഞ്ഞ സ്ട്രെയിൻ ആണ്. ഡാർക്ക് പർപ്പിൾ നമ്മള് പുതിയ സ്ട്രെയിൻ ആണോ അത്? കുറച്ച് മുന്നേ ഉണ്ട് ഡാർക്ക് പർപ്പിൾ. ഒരു ബ്ലാക്കിഷ് കളർ ആണ്. അതിന്റെ മുകളിലൊക്കെ നല്ല പർപ്പിൾ ഷെയ്ഡ് നല്ല ഫില്ലായി വരും ആവുമ്പോ. പിന്നെ ഇതിന്റെ ഒരു ഇത് പറഞ്ഞാല് ഇത് ഒരു 80% സ്റ്റേബിൾ ആണ്. ഇതിൽ ബ്ലൂ ഡയമണ്ട് വരും. അല്ലേ? ഓഹോ, അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. അതിപ്പം ബ്ലൂ ഡയമണ്ട് നല്ല രസമാണ്, കാണാൻ നല്ല രസമാണ്. അത് വേറെ വെറൈറ്റി കൊടുക്കാൻ പറ്റും. അങ്ങനെ അതിന്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ പിന്നെ ബ്ലൂ ഡയമണ്ട് മാത്രമേ വരുള്ളൂ. ഓ, അങ്ങനെയല്ലേ? അത് പർപ്പിൾ മൊസൈക്കിലും അതുപോലെ 2-3 കളർ വരും. അതേപോലെ തന്നെ ഈ പർപ്പിൾ ഷെയ്ഡ് വരുന്നതിലൊക്കെ നമ്മള് മോർണിംഗ് ഒരു ബ്ലൂ ഡ്രാഗൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും ഉണ്ട് ആ ബ്ലൂ ഡയമണ്ട് വരും. ഒരു ചെറിയൊരു മ്യൂട്ടേഷൻ. അത് അങ്ങനെ തന്നെ വരും, വേറെ ഒന്നും വരില്ല. അവരുടെ ജീനിലുള്ളതാണ്. അടുത്തൊരു പുതിയൊരു സ്ട്രെയിന് പരിചയപ്പെട്ടാലോ. തീർച്ചയായിട്ടും. ഇതേതാ വെറൈറ്റി ആയിരുന്നു? സാന്റാക്ലോസ് വൈറ്റ് ഇയർ. നമ്മൾ സാന്റയുടെ പഴയ സ്റ്റെയിൻ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതില് വൈറ്റ് ഇയറിൽ വരുന്ന വെറൈറ്റി ആണ്. പുതിയ ലൈനേജോട് തന്നെ. ഓക്കെ, ഇത് അഡൽട്ട് സൈസ് ആണോ? കൊടുക്കാനുള്ള സൈസ് തന്നെ. ഫുള്ള് വൈറ്റ് ആയിരിക്കില്ല അതിന്റെ ഇയറും ഹെഡും അല്ലേ? വൈറ്റ് കയറി വരും അല്ലേ? ഓക്കെ, നമുക്ക് നല്ല അടുത്ത വെറൈറ്റി പോയാലോ. ഒരു കിടക്കാച്ച ഐറ്റത്തിന് പരിചയപ്പെടാം നമുക്ക്. നല്ല രസമുള്ള ഒരു വെറൈറ്റി. ഇത് ഏതാ വെറൈറ്റി ആണ്? പിങ്കു ഡെൽറ്റ റിബൺ സീഫിൻ. ഓക്കെ, പിങ്കു ഡെൽറ്റ റിബൺ സീഫിൻ. വലിയൊരു പേരത്. അതൊക്കെ അതിന്റെ ഓരോ സ്പെസിഫിക്കേഷൻ ആണ്. റിബൺ എന്ന് പറയുമ്പോ താഴേക്കുള്ള പറഞ്ഞാല് ഡോർസലിന്റെ എൻഡ് ഇങ്ങനെ ഒരു എന്താ പറയാ കൂർത്തിട്ട് മേലോട്ട് ഫീമെയിലിന്റെ സീഫിൻ. ഓക്കെ, അപ്പൊ അതെന്താ ശരിക്കും സത്യം പറഞ്ഞാൽ ഇതിന്റെ ഓരോ സ്പെസിഫിക്കേഷൻ വരുന്ന എന്ന് പറഞ്ഞാല് ഓരോ കാര്യങ്ങള് അതിൽ മെൻഷൻ ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് ഗപ്പിക്ക് പൊതുവെ പേര് വരിക അല്ലെ. പിന്നെ ഡെൽറ്റ എന്ന് പറഞ്ഞാല് നല്ല ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും ഇതിന്റെ വാല്. നല്ല വലിയ ഇനിയും വലുതാവാനുണ്ട് അല്ലെ. ഇത് കുറച്ചുകൂടി ഒരു 4-5 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പം നോക്കും അല്ലെ. ഓക്കെ, ഇതും നല്ല മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ചിലവർക്ക് മഞ്ഞ് നല്ല ഇഷ്ടമായിരിക്കും, വേറെ ആൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ഓരോ ആൾക്കാരൊക്കെ അനുസരിച്ചിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മളെടുത്ത് ഒരുപാട് സ്ട്രെയിൻ ഉള്ളതുകൊണ്ട് കസ്റ്റമേഴ്സിന് സെലക്ഷൻ ഇഷ്ടം പോലെ ഉണ്ടാവും. അടുത്ത വെറൈറ്റി പോയാലോ. തീർച്ചയായിട്ടും നല്ല എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു വെറൈറ്റി. ഇത് ഏതാ വെറൈറ്റി? ഇത് സിൽവറാഡോ ആൽബിനോ സിൽവറാഡോ റെഡ് ഇയർ. ഓക്കെ, എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇഷ്ടമുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. കാരണം റെഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കൗതുകമാണല്ലോ. ഓക്കെ, ഇത് എന്താ പുതിയ സ്ട്രെയിൻ ആണോ? പുതിയ സ്ട്രെയിൻ ആണ് അല്ലേ.
അത് ഈ റെഡ് ഇയർ വരാൻ ഒരു 4-5 മാസം ടൈം എടുക്കും. അത്ര ടൈം എടുക്കും അല്ലേ? എല്ലാത്തിനും കേറുന്നുണ്ട്. എല്ലാത്തിനും കേറുന്നുണ്ട്. പക്ഷെ എന്താ മ്യൂട്ടേഷൻ ഒന്നും വരാതെ ഇത് മാത്രം തന്നെ വരും അല്ലേ? അതിന്റെ ബോഡിന്റെ മുകളിൽ വേറെ ഒരു സിൽവർ പാറ്റേൺ, അതുകൊണ്ടാണ് ആ ഒരു ഇത് വരുന്നത്. സിൽവർ ആൽബിനോ എന്ന് പറഞ്ഞാൽ റെഡ് കണ്ണ്, റെഡ് കണ്ണ്. സിൽവർ എന്ന് പറഞ്ഞത് റെഡ് ആ ബോഡിയിലുള്ളത്. പിന്നെ റെഡ് ഇയർ എല്ലാം അതില് ഇൻക്ലൂഡഡ് ആയി വന്നിട്ടുണ്ട് അല്ലേ? അടുത്ത വെറൈറ്റിയിലേ പോയാലോ? ഇതൊരു പഴയ വെറൈറ്റി ആണ്. റെഡ് ഡ്രാഗൺ ഡംബോ ഇയർ. അതെ നല്ല ഇയർ വരുന്ന ഒരു വെറൈറ്റി കൂടെ, ബ്ലാക്ക് ഇയർ ആയിട്ട് വരുന്നത്. അതിലൊരു ബ്ലാക്ക് ഇയർ വരുന്നുണ്ട്. അതിന്റെ ബോഡിയും ചെറിയൊരു ബ്ലാക്ക് ടച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു സ്നേക് സ്കിൻ പാറ്റേൺ, ഒരു ഡ്രാഗൺ പാറ്റേണും ബോഡിയിൽ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇത് നമുക്ക് ഇത് ശരിക്കും അഡൽട്ട് സൈസ് തന്നെയല്ലേ കൊടുക്കാനുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത ഒരു വെറൈറ്റി പോയാലോ? ഒരു മറ്റൊരു കിടുക്കാച്ചി ഒരു ഐറ്റം. നല്ല രസമുള്ള ഒരു വെറൈറ്റി. ഈ വെറൈറ്റി കിങ് തന്നെ പറയാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. പ്ലാറ്റിനം റെഡ് ടെയിൽ ഡംബോ ഇയർ. അത് ശരി, നല്ല അത്യാവശ്യം നല്ല ഇയറും പ്ലാറ്റിനം ഹെഡിൽ കവറായി വരും ആണല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് അല്ലെ? അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളെയും കിട്ടും, നല്ലോണം കിട്ടുന്ന ഒരു വെറൈറ്റി അല്ലേ? ഓക്കെ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. നല്ലോണം ചെയ്യുന്നു. അത്യാവശ്യം കൊടുക്കാനുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കാണിക്കുന്നത് തന്നെ കൊടുക്കാനുള്ള വെറൈറ്റി. നല്ല കളർ ക്വാളിറ്റിയും കാര്യങ്ങളും ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആർട്ടിമി തന്നെയാണോ കൊടുക്കുന്നത്? 1 മന്ത് വരെ ഫുൾ ആർട്ടിമ മാത്രമാണ്. പിന്നെ പെല്ലറ്റ് ഫുഡ് ആർട്ടിമിയ ഫ്ലേക്ക് കൊടുക്കും. പിന്നെ ഇടക്ക് നമ്മള് ആർട്ടിമയും കൊടുക്കും. അത്യാവശ്യം നല്ല റേറ്റുള്ള ഫുഡ് തന്നെയാണ് ഇപ്പൊ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ആ ക്വാളിറ്റി, നല്ല പ്ലാറ്റിനം ഷെയ്ഡും നല്ല ഇയർ ക്വാളിറ്റിയും വരുന്നത്. രസമായിട്ടുള്ള ഒരു വെറൈറ്റിയും കൂടെ. ഇത് ഏതാ വെറൈറ്റി? ഇത് പർപ്പിൾ ബെറി ഡ്രാഗൺ. അതെ ഇത് എനിക്ക് തോന്നുന്നു ഡ്രാഗൺ വെച്ചുള്ള കളിയാണെന്ന് തോന്നുന്നു. ഒരുപാട് ഡ്രാഗൺ ഉള്ള കളിയാണെന്ന് തോന്നുന്നു അല്ലെ? ഇത് നല്ലൊരു രസമുള്ള ഒരു വെറൈറ്റി. ഇത് ആക്ച്വലി ഇത് ടോപ്പ് വ്യൂ ആണ്. നല്ല രസം ടോപ്പ് വ്യൂ ആണ് അല്ലെ? നമുക്ക് ആ ടോപ്പ് വ്യൂ കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, ഇത് എങ്ങനെയാ ഇതിന്റെ ഇതൊക്കെ എങ്ങനെയാ സ്പെക്ക് ഒക്കെ എങ്ങനെയാ? ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഒക്കെ വരും ഹെഡിൽ, അത് ടോപ്പ് വ്യൂല് കാണുമ്പോൾ. പിന്നെ അതുപോലെ നല്ല ചെവി വരുന്ന വെറൈറ്റിയോടാണ്. നല്ല വാലും വലിയ വാലായിട്ട് വരുന്നത് അല്ലെ? നല്ല ഡിമാൻഡ്. ഇപ്പൊ പ്ലാറ്റിനം റെഡിനെ പോലെ തന്നെ നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റിയാണ്. ഡംബോ ഇയർ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ആണ്. പുതിയ സ്റ്റെയിൻ ആണോ അല്ലെങ്കിൽ കുറച്ചായിട്ടുണ്ട്. നല്ല സ്റ്റേബിൾ ആണ്, പക്ക വേറെ ഒന്നും വരില്ല. നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രെയിൻ ആണ്. നമ്മളിപ്പോ കാണുന്നത് കാണുന്ന കൊടുക്കാനുള്ളത്. ഓക്കെ, ഇത് കാണുന്ന ടോപ്പ് വ്യൂ അല്ലേ നമ്മൾ? രസമായിട്ടുള്ള ഒരു വെറൈറ്റിയും കൂടെ. ഇത് ഏതാ വെറൈറ്റി? ഇത് പർപ്പിൾ ബെറി ഡ്രാഗൺ. അതെ ഇത് എനിക്ക് തോന്നുന്നു ഡ്രാഗൺ വെച്ചുള്ള കളിയാണെന്ന് തോന്നുന്നു. ഒരുപാട് ഡ്രാഗൺ ഉള്ള കളിയാണെന്ന് തോന്നുന്നു അല്ലെ? ഇത് നല്ലൊരു രസമുള്ള ഒരു വെറൈറ്റി. ഇത് ആക്ച്വലി ഇത് ടോപ്പ് വ്യൂ ആണ്. നല്ല രസം ടോപ്പ് വ്യൂ ആണ് അല്ലെ? നമുക്ക് ആ ടോപ്പ് വ്യൂ കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, ഇത് എങ്ങനെയാ ഇതിന്റെ ഇതൊക്കെ എങ്ങനെയാ സ്പെക്ക് ഒക്കെ എങ്ങനെയാ? ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഒക്കെ വരും ഹെഡിൽ, അത് ടോപ്പ് വ്യൂല് കാണുമ്പോൾ. പിന്നെ അതുപോലെ നല്ല ചെവി വരുന്ന വെറൈറ്റിയോടാണ്. നല്ല വാലും വലിയ വാലായിട്ട് വരുന്നത് അല്ലെ? നല്ല ഡിമാൻഡ്. ഇപ്പൊ പ്ലാറ്റിനം റെഡിനെ പോലെ തന്നെ നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റിയാണ്. ഡംബോ ഇയർ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ആണ്. പുതിയ സ്റ്റെയിൻ ആണോ അല്ലെങ്കിൽ കുറച്ചായിട്ടുണ്ട്. നല്ല സ്റ്റേബിൾ ആണ്, പക്ക വേറെ ഒന്നും വരില്ല. നല്ല ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ടോപ്പ് വ്യൂ അല്ലെ? അതെ നല്ലൊരു രസമായിട്ടുള്ള, അതായത് എനിക്ക് തോന്നുന്നു ആ ഒരു കളറൊക്കെ കൃത്യമായിട്ട് കാണണമെങ്കിൽ ടോപ്പ് വ്യൂ തന്നെ കാണണം അല്ലെ? ഒരു എന്താ പറയാ ബ്ലൂ ടച്ച് വരുന്ന ആ ഒരു ഹെഡിലൊക്കെ ഒരു ബ്ലൂ ടച്ച് വരും, ബ്ലൂ ഡോട്ട് പോലെ. നല്ല രസമാണ് അല്ലെ? ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു അക്കൂരത്തിലേക്ക് അത്യാവശ്യം ഇട്ടാല് നല്ല. ഇതൊരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കീപ്പ് ചെയ്യണം, അപ്പൊ ഇതിന്റെ ഭംഗി ഉണ്ടാവുള്ളൂ. ആണല്ലേ? എന്നാലേ ആ ഒരു ഇത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂയിഷ് നല്ല എടുത്ത് കാണിക്കും. ലൈറ്റ് കളറാവും. ഓക്കെ, നമുക്ക് നല്ല അടുത്ത വെറൈറ്റി പോയാലോ? തീർച്ചയായിട്ടും. വെറൈറ്റി മെറ്റൽ ബ്ലാക്ക് ലേസ്. അതെ. ഇതിന്റെ നടുഭാഗത്ത് വയറിന്റെ പോർഷനിൽ ഒരു ലേസ് പാറ്റേൺ ഉണ്ടാവും. സോ അതുകൊണ്ടാണ് മെറ്റൽ ബ്ലാക്ക് ലേസ് എന്ന് പറയുന്നത്. മെറ്റൽ എന്ന് പറഞ്ഞാല് വയറിന്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടാവും. കണ്ണ് കഴിഞ്ഞ് ആ പ്രിന്റ് എത്തുന്നത് വരെ ഒരു ബ്ലാക്ക്. അതിന് അങ്ങനത്തെ ഉള്ളതിനൊക്കെ മെറ്റൽ ഉണ്ടാവും പേരിന്റെ കൂടെ. അപ്പൊ മെറ്റൽ ബ്ലാക്ക് ലേസ്. ഒരു ചെറിയ ബ്ലൂ ഷെയ്ഡും വരും. മെറ്റൽ ബ്ലൂ ബ്ലാക്ക് ലേസ് എന്നാണ്. അതായത് എനിക്ക് തോന്നുന്നു ആ ഒരു ടെയിലിന്റെ അവിടെയാണ് ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് വരും. വെറൈറ്റി പോയാലോ? തീർച്ചയായിട്ടും. ആൽബിനോ റെഡ് ടക്സിഡോ ബിഗ് ഇയർ. ഓക്കെ, നമ്മൾ അടുത്ത റെഡ് വെറൈറ്റിയിലേക്ക് തന്നെ രണ്ടാമത് എത്തി. അതെ, ആൽബിനോ റെഡ് ടക്സിഡോ ബിഗ് ഇയർ അല്ലേ? ഇതും ബിഗ് ഇയർ വെറൈറ്റി തന്നെയാണ്. ഇയർ കാണിക്കുന്ന ഒരു വെറൈറ്റി ആണ്. പിന്നെ അത് ടക്സിഡോ എന്ന് പറഞ്ഞ നടുവിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്.
ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ? അത് ആക്ച്വലി ആൽബിനോ വെറൈറ്റിയിൽ ബ്ലാക്ക് ഷെയ്ഡ് വരുമ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു ഷെയ്ഡിലാണ് വരിക. ഓക്കെ, ഇത് ന്യൂ വെറൈറ്റി ആണോ അല്ലെങ്കിൽ ഓൾറെഡി ഓൾഡ് വെറൈറ്റി ആണോ? ഒരുപാട് ഓൾഡ് വെറൈറ്റി അല്ല. ഓക്കെ, ഒരു മിഡിൽ സൈസിൽ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉള്ള വെറൈറ്റി. ഇത് നല്ല എന്താ പറയാ ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ്. ഷോർട്ട് ആണോ? അല്ല അത്യാവശ്യം. പക്ഷെ എനിക്ക് തോന്നുന്നു മെയില് ചെറുതായിരിക്കും, ഫീമെയിൽ ആണ് കുറച്ച് വലുപ്പം. ഫീമെയിൽ. ഓക്കെ, വെറൈറ്റിയിൽ പോയാലോ? തീർച്ചയായിട്ടും. ഇതേതാ വെറൈറ്റി വരുന്നത്? ഇത് യെല്ലോ മൊസൈക്ക്, ബ്ലോണ്ട് യെല്ലോ മൊസൈക്ക് എന്നാണ് ഇതിന്റെ പേര്. ബ്ലോണ്ട് യെല്ലോ മൊസൈക്ക്, നല്ലൊരു പാറ്റേൺ തന്നെയാണ്. അതില് റിബൺ കൂടെയാണ്. അപ്പൊ അത്യാവശ്യം പുതിയൊരു സ്റ്റെയിൻ തന്നെയാണ്. തീർച്ചയായിട്ടും ആണ്. ഓക്കെ, ബ്ലോണ്ട് യെല്ലോ മൊസൈക്ക് റിബൺ ടൈപ്പ് ആണ് അല്ലേ? അതെ. ഓക്കെ. നല്ല എന്താ പറയാ, എനിക്ക് തോന്നുന്നു ആ ഒരു മുന്നേ ഇതിന്റെ ഒരു പാന്റിന്റെ ഒരു ടൈപ്പ് പറഞ്ഞല്ലോ, നമ്മുടെ ചീറ്റാന്റെ ലിയോപാഡ് അതിന്റെ വേറൊരു ടൈപ്പാണ്. വേറൊരു ടൈപ്പാണ് അല്ലേ? യെല്ലോ മൊസൈക്ക്, ബ്ലോണ്ട് യെല്ലോ മൊസൈക്ക്. നല്ലൊരു വെറൈറ്റി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി. അതെ, കോയി, അൽബിനോ കോയി എന്നും മാർക്കറ്റിൽ ഉള്ള ഒരു വെറൈറ്റി. അതെ, നല്ല ഡിമാൻഡ് ഉള്ള, നല്ല ക്യാപ്പ് ഒക്കെ ഉണ്ടോ, ആ ചെവിയുടെ അടുത്ത് വരെ വരുന്നുണ്ട്. നല്ല ക്യാപ്പ്, അത്യാവശ്യം നല്ല ഇറങ്ങിയ ഫുൾ ഇറങ്ങിയ ഒരു റെഡ് ഇയർ ലൈനേജ് കൂടെയാണ്. അതിന് ചിലതിനൊക്കെ റെഡ് ഇയർ കേറുന്നുണ്ട്. ഏജ് ആവുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും ചെറിയ റെഡിഷ് കേറും. ഇതെങ്ങനെയാ 3 മാസം? ഇത് അഡൽട്ട് ആണ്, സൈസ് ആണ് അല്ലേ? അത്യാവശ്യം കൊടുക്കാനുണ്ടോ? അതാണ് കാണിക്കുന്നത്, കൊടുക്കാനുള്ളതാണ്. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ശരി. ഓക്കെ, നമുക്ക് അടുത്തൊരു ന്യൂസ് ഡേ പരിചയപ്പെട്ടാലോ? തീർച്ചയായിട്ടും. ഇതേതാ സ്ട്രെയിൻ വരുന്നത്? സിൽവറാഡോ എച്ച് ബി ബ്ലൂ. അതെ, പുതിയ സ്ട്രെയിൻ ആണെന്ന് തോന്നുന്നത്. എച്ച് ബി ബ്ലൂ നോർമൽ പഴയ സ്ട്രെയിൻ ആണ്. അതിന്റെ പുതിയതാണ് സിൽവറാഡോ വരുന്നത്. അതിന്റെ ബോഡിന്റെ മുകളിൽ സിൽവർ പാറ്റേൺ വരും. അതെ, നല്ല രസമുള്ള, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വെറൈറ്റി ആണ്. ഇത് ബ്ലാക്ക് ഐയും കൂടിയാണ്. നല്ല കുഞ്ഞുങ്ങളൊക്കെ നല്ല ക്വാണ്ടിറ്റി കിട്ടും. ഓഹോ, അത്യാവശ്യം നല്ല എണ്ണം കുഞ്ഞുങ്ങളെ കിട്ടും. അത്യാവശ്യം നല്ല വിരിഞ്ഞ ഇറങ്ങും. നല്ല വലിയ ടൈലാണ്. ഇനി വലുതാവാനുണ്ട്. നമ്മൾ കാണിക്കുന്നത് സെമി അഡൽട്ട് ആണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോ കുറച്ച് വെറൈറ്റീസ് മാത്രമേ നമ്മളിപ്പോ കാണാനും അതുപോലെ തന്നെ നിങ്ങളെ കാണിച്ചു തരാനും പറ്റിയിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ ഏകദേശം ഞാൻ ആദ്യ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഒരു 60 വെറൈറ്റിക്ക് പ്ലസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് കാണിച്ച് നിങ്ങളെ വെറൈറ്റി എന്താ പറയുക ബോറടിപ്പിക്കേണ്ട എന്നുള്ള ആ ഒരു ഒറ്റ ഇതുകൊണ്ടാണ്. അപ്പൊ ഇനിയും നമുക്ക് ഏകദേശം നമ്മളിപ്പോ ഒരു 10-20-25ഓളം കാണിച്ചു. 40-45ഓളം സ്ട്രെയിൻസ് ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാത്തിന്റെയും ഫോട്ടോസും പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഒരു സെക്കൻഡ്, ഇതിപ്പോ 2ാമത്തെ വീഡിയോ ആണ്, അതിലും എന്താ മുഴുവനായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അടുത്തൊരു നെക്സ്റ്റ് വീഡിയോ, ഒരു 3ാമത്തെ ഒരു പാർട്ടായിട്ട് എന്തായാലും ഉറപ്പായിട്ടും ഞാൻ വരും. തീർച്ചയായിട്ടും ഇവിടെ ഇനി ഒരുപാട് മാറ്റം വരും. നമ്മളൊരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 സ്ട്രെയിൻസ് എത്തിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു 6 മന്തിന്റെ ഉള്ളിൽ ഇവിടെ 100 സ്ട്രെയിൻസ് ഓഫ് ഗപ്പീസ് നമ്മുടെ ഫാമിൽ ഉണ്ടാവും. 100 സ്ട്രെയിൻസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീഡിയോസ് ഒക്കെ തേർഡായിട്ട് എന്തായാലും വരും. അപ്പൊ ആദ്യം തന്നെ അതിലേക്ക് എത്താൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള വലിയൊരു പ്രാർത്ഥനയാണ്. ഇത്രയും നേരം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നേരം ഓരോ കാര്യങ്ങളും ഓരോ തിരക്കുകളും മാറ്റിവെച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞ വലിയൊരു താങ്ക്സ് ഉണ്ട്. ഇവിടെ കുറേ കസ്റ്റമേഴ്സ് വന്നു. കസ്റ്റമേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് വലിയൊരു ഇതുണ്ട്. അപ്പം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.